നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകളിൽ ആടിയുലയുകയാണ് മലയാള സിനിമാ ലോകം. ഇന്നത്തെ ഒരു പകൽ അവസാനിച്ചപ്പോൾ കേരളം കണ്ടത് രണ്ട് അതികായരുടെ വൻ വീഴ്ചയാണ്. ഗുരുതരമായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ നേരിട്ട അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും സ്ഥാനങ്ങൾ വിട്ടൊഴിഞ്ഞു. സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ കൊഴുക്കുകയാണ്. എത്ര പ്രമുഖനായാലും കടുത്ത നടപടി ഉണ്ടാകുക തന്നെ ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു പറയുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീ ചൂഷണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കും. പരാതിയിൽ ഉറച്ചു നിന്നാൽ പോലീസ് കേസെടുക്കും. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു സർക്കാർ. ഈ ഘട്ടത്തിൽ ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി അഡ്വക്കേറ്റ് CS സുജാത, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് N ലാൽകുമാർ, അഭിനേത്രി ഗായത്രി വർഷ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സിദ്ദിഖിനെതിരെ ഉന്നയിച്ച രേവതി സമ്പത്ത് എന്നിവരാണ് ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുക. ഗായത്രിയും അതുപോലെ രേവതിയും അല്പസമയത്തിനകം ഈ ന്യൂസ് ഫ്ലോറിലേക്ക് എത്തും. മറ്റൊരു ചാനലിന്റെ ചർച്ചയിൽ അവർ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യം ശ്രീ CS സുജാതയിലേക്കാണ്. CS സുജാത, ഈ ഹേമ കമ്മിറ്റി നൽകിയ ഒരു ഊർജം നമ്മുടെ പെൺകുട്ടികളെ അങ്ങേയറ്റം കരുത്തരാക്കിയിരിക്കുകയാണ് എന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. സിനിമ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു രീതിയിൽ നിന്നും വിഭിന്നമായി ഇങ്ങനെയൊക്കെ തുടരാനാണ് ഭാവമെങ്കിൽ അഴി എണ്ണേണ്ടി വരും എന്ന അതിശക്തമായ സന്ദേശം നമ്മുടെ സമൂഹം നൽകുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ സംസ്ഥാന സർക്കാർ അല്പസമയം മുമ്പ് കൈക്കൊണ്ട വളരെ ധീരമായ ഒരു തീരുമാനമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകളിൽ കൃത്യമായ പോലീസ് അന്വേഷണം നടക്കാൻ പോകുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. വലിയ ഊർജം നമ്മുടെ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നു എന്നതിൽ അഭിമാനമില്ലേ ഈ സമയം? തീർച്ചയായിട്ടും സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കൃത്യമായ പരിഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പല സന്ദർഭങ്ങളിലും അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിലും നമ്മുടെ ഗവൺമെൻറ് രാജ്യത്തെ മറ്റ് ഗവൺമെൻറ്റുകൾക്ക് മാതൃക തന്നെയാണ്. ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഏറെ നമ്മൾ അഭിമാനത്തോടെ ഇഷ്ടത്തോടെ കാണുന്ന ഒരു നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ആ സംഭവത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, അന്ന് കേരളത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധം നമുക്കെല്ലാം അറിയാം. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ WCC എന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിലെ അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കുന്ന വേളയിൽ തന്നെ അതിലെ അംഗങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലും അങ്ങയിലും വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഗൗരവത്തോടെ പരിശോധിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നവർക്ക് ഉറപ്പ് കൊടുത്തത്, ഉറപ്പായും ഇതിനെ സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ ചെയർമാനായി ശ്രീമതി വത്സലകുമാരിയും ശ്രീമതി ശാരദയും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ കമ്മിറ്റി 2 വർഷം അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും മൊഴികളും എല്ലാം എടുത്ത് റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചത്. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അവർ പരാമർശിച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ഇവിടെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഈ രൂപത്തിൽ ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം പണ്ടും പല കാര്യങ്ങളും പറഞ്ഞു കേട്ടെങ്കിലും ഒരു ഗവൺമെൻറ്റും ഇത്തരം ആ മേഖലയെ സംബന്ധിച്ച് ഒരുപാട് സഹോദരിമാർ ജോലിയെടുക്കുന്ന, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അഭിനേതാക്കളും മറ്റ് സാങ്കേതിക മേഖലയിലും എല്ലാം ജോലിയെടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒരുപാട് പല സന്ദർഭങ്ങളിലും പല പ്രശ്നങ്ങളും ഉയർന്നു വന്നപ്പോഴും ഒരു ഗവൺമെൻറ്റുകളും അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ ഒരാവശ്യം ഉന്നയിച്ചപ്പോൾ കൃത്യമായി പഠിക്കുവാൻ
ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ കമ്മിറ്റിയെ ലീഡ് ചെയ്ത ആൾ തന്നെ സർക്കാരിന് കത്ത് കൊടുത്തു. ഇത് വളരെ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ള മൊഴികളാണ്, ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം അവർ തന്നെ കൊടുത്തു. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുമെല്ലാം വന്നിട്ടുണ്ട്. അതൊരു സബ് ജുഡീസ് ആയതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റി ഒരുപാട് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ കമ്മിറ്റി വന്നതിന് ശേഷം, അല്ലെ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി തന്നെ ശ്രീ സജി ചെറിയാൻ തന്നെ WCC അംഗങ്ങളുമായി നല്ലൊരു ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിശദമായ ഒരു ചർച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ അഡ്വക്കേറ്റ് സതീദേവിയുടെ നേതൃത്വത്തിൽ അവരെല്ലാവരും കൂടി നടത്തുകയുണ്ടായി. ആ റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമാ നിർമ്മാതാക്കളായി മുന്നോട്ട് വരുന്ന സഹോദരിമാർക്ക് സഹായം കൊടുക്കണം അടക്കമുള്ള കാര്യങ്ങൾ. അത് നേരത്തെ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെങ്കിൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ നടപടി സ്വീകരിക്കുന്നു. WCC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ അംഗങ്ങൾക്ക് വേണ്ടത്ര തൃപ്തിയില്ല എന്നൊക്കെ പിന്നീട് അവർ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളെല്ലാം തന്നെ എടുക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകുകയുണ്ടായി. ഇന്നിപ്പോൾ അതിനുശേഷം ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളുടെയും വെളിപ്പെടുത്തലും മറ്റു കാര്യങ്ങളുമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരള സമൂഹത്തിന് തന്നെ ഉറപ്പ് കൊടുത്തു. ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരിമാർക്ക് അവർ അനുഭവിക്കുന്ന വിഷമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം വന്നപ്പോൾ തന്നെ പറഞ്ഞു, സർക്കാർ ഈ കാര്യത്തിൽ മറ്റൊരു നിലപാടും, സർക്കാർ ഇരകളോടൊപ്പം തന്നെയാണ്. കാരണം പ്രമുഖയായ ഒരു നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അത് അവർ കൃത്യമായിട്ട് അവർക്കറിയാം കേരളത്തിലല്ല എങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമോ. കാരണം സിനിമാ രംഗം അടക്കി വാണിരുന്ന ഒരു നടൻ മാസങ്ങളോളം ജയിലിലായിരുന്നു. അത് കുറ്റവാളിയെ കൃത്യമായി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനം തന്നെയാണ് അതെല്ലാം സൂചിപ്പിക്കുന്നത്. CS സുജാത, അത് തന്നെയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമോ എന്ന വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാനൊരു നിലമായി വന്നൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഇന്നിപ്പോൾ ഒരു പടിയും കൂടി കടന്നില്ല. കാരണം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അഭിനേത്രികളായിട്ടുള്ള കുട്ടികൾ ചില പരാതികൾ ഉന്നയിച്ചിരിക്കുന്നു, അവർ ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്തതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരിശോധന നടത്താവുന്നതാണ്. ആ നിലയിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ, ഏഴോളം വരുന്ന പ്രമുഖരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ ഗൗരവത്തോടെ തന്നെ ഈ മേഖലയിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കാണാൻ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു. പരാതി അവർക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന് തീർച്ചയായിട്ടും നീതി കിട്ടും. കുറ്റം ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. കുറ്റവാളികളായാൽ അവരേത് ഉന്നതനായാലും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. കേരളീയ സമൂഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും എന്ന വലിയ ഉറപ്പ് ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിന് നൽകുകയാണ് സർക്കാർ ഏറ്റവും ഒടുവിലെടുത്ത തീരുമാനത്തിലൂടെ. അതാണ് മനസ്സിലാകുന്നത്. അഡ്വക്കേറ്റ് വസന്ത് സിരി, കോൺഗ്രസിന്റെ പ്രതിനിധി, ഞാൻ അങ്ങയിലേക്ക് വരികയാണ്. ഇന്ന് പകൽ അസ്തമിക്കുമ്പോൾ നമ്മൾ കണ്ടത് രണ്ട് അധികായരുടെ വീഴ്ചയാണ് നമ്മൾ കണ്ടത്. രഞ്ജിത്തിന്റെ രാജി ഉണ്ടാകുന്നു, സിദ്ദിഖിന്റെ രാജി ഉണ്ടാകുന്നു. ഈ രാജിയൊന്നും യഥാർത്ഥത്തിൽ ഒരു സർക്കാർ നിയന്ത്രിത സംവിധാനത്തിലൂടെ വന്നതൊന്നുമല്ല, സർക്കാർ ആവശ്യപ്പെട്ട് വാങ്ങിയ രാജിയൊന്നുമല്ല. അവർക്കറിയാം വളരെ കൃത്യമായി ഇനി രാജിവെക്കാതെ മറ്റ് നിവൃത്തികളില്ല, ഇവിടെ മറ്റൊരു തരത്തിലുള്ള സർക്കാരാണ് നിലനിൽക്കുന്നത് എന്നത് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ രണ്ട് പ്രമുഖരുടെ രാജി ഉണ്ടായിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ വളരെ കൃത്യമായ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘത്തെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ടീമിന് രൂപം നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസ് സർക്കാരിന്റെ നടപടികളെ കാണുന്നത്? നോക്കൂ നീലിമ, പ്രത്യേക അന്വേഷണ സംഘത്തെ കുറച്ച് വൈകിയാണെങ്കിലും വെച്ചതിലും അന്വേഷണം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ശ്രീമതി സുജാത പറയുന്നു, ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഒരു FIR ഇടുന്നതിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്താമെന്ന്. ഞാനും പ്രാക്ടീസിംഗ് ലോയറാണ്. ഒരു കൊഗ്നിസബിൾ ഒഫൻസ് നടന്നാൽ, പ്രത്യേകിച്ച് ഒരു റേപ്പ് നടന്നാൽ,
അല്ലെങ്കിൽ അങ്ങനെ റേപ്പ് നടന്നപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ഐസ് ബ്രേക്കിംഗ് ടൈം പോലീസ് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ആസ് പെർ BNS. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് ഒരു റേപ്പ് നടന്നു എന്നറിയുമ്പോൾ അത് എന്നാൽ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് FIR ഇടാം എന്നുള്ള ആ ഒരു ഐസ് ബ്രേക്കിംഗ് ടൈമാണ് എടുക്കുന്നതെങ്കിൽ നല്ല കാര്യം. അപ്പൊ അത് എടുക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത് പൊളിറ്റിക്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന നടപടിയെ, ഈ സ്റ്റെപ്പിനെ, സർക്കാർ എടുത്തിരിക്കുന്ന സ്റ്റെപ്പിനെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അത് വൈകിപ്പോയി എന്നൊരു അഭിപ്രായം നമുക്കുണ്ട് എങ്കിൽ പോലും അതിൽ 7 അംഗ സംഘത്തെ നിയോഗിച്ച് അന്വേഷണം നടത്തുന്നതിൽ സർക്കാരിന് പരിപൂർണ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് സിനിമാ മേഖലയിൽ നിന്നല്ല, ഏത് മേഖലയിലും ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പം, അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊപ്പം അവർക്കൊപ്പം ഉറച്ചു നിൽക്കുക എന്നതാണ് ശരിയായ രാഷ്ട്രീയമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നോക്കൂ, ഇന്ന് അങ്ങ് പറയുന്നു 2 അതികായകർ വീണു എന്നാണ് നീലിമ പറയുന്നത്. അതിലൊന്ന് ശ്രീ സിദ്ദിഖാണ്. നീലിമ തന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. സിദ്ദിഖിനെ ആരെങ്കിലും പേടിപ്പിച്ച് ഇത് മേടിച്ചതല്ല, അദ്ദേഹം തന്നെ രാജിവെച്ചതാണ്. നല്ല കാര്യം. അദ്ദേഹം രാജിവെച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിനെതിരെ ഉള്ള അന്വേഷണം, ഏറ്റവും ഗുരുതരമായ ആരോപണം ശ്രീ സിദ്ദിഖിനെതിരാണ്. കാര്യം നമ്മുടെ ഈ ചർച്ചയിൽ പാനലിസ്റ്റ് ആവാൻ പോകുന്ന രേവതി, അവർ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, എന്നെ റേപ്പ് ചെയ്തു എന്ന് വളരെ കൃത്യമായി അവർ പറയുന്നുണ്ട്, അതും അവരുടെ ചെറിയ പ്രായത്തിൽ. അപ്പൊ അത്തരത്തിലൊരു കാര്യം അവർ തുറന്നു പറയുമ്പോൾ അതിന്മേൽ FIR ഇട്ട് അന്വേഷണം നടത്താനാണ് പോലീസ് തയ്യാറാവേണ്ടത്. അതിലിനി BNSന്റെ ഏതെങ്കിലും നൂലാമാലകളിൽ തൂങ്ങി കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് നോൺ വയലബിൾ ഒഫൻസ് ആണ്, അതുമായി മുമ്പോട്ട് പോകാൻ സർക്കാരും പോലീസും തയ്യാറാവും. രണ്ടാമത് ശ്രീ രഞ്ജിത്തുമായി ബന്ധപ്പെട്ടാണ്. അതിലിപ്പോ നീലിമ പറയുന്നതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. കാര്യം അതൊരു സർക്കാർ സംവിധാനത്തിലാണ് ശ്രീ രഞ്ജിത്ത് ഉണ്ടായിരുന്നത്. പഴയ SFI ആണെന്ന് അദ്ദേഹം ആത്മാഭിമാനത്തോടു കൂടി എല്ലായിടത്തും വിളിച്ചു പറയുന്ന ആളാണ്. അദ്ദേഹം രാജിവെച്ചത് സർക്കാരിന് തലവേദന ഉണ്ടാക്കാതിരിക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. നോക്കൂ, ശ്രീ മുകേഷിനെതിരെ, ഭരണകക്ഷിയിലെ MLA ആയ ശ്രീ മുകേഷിനെതിരെ ഇന്ന് ആരോപണം വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായ ആരോപണം. എന്താണ് നിലപാട്? സർക്കാർ നാളെ അദ്ദേഹത്തിൽ നിന്നും രാജി എഴുതി വാങ്ങണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശ്രീ നീലമയ്ക്കും അതിനകത്ത് എതിരഭിപ്രായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അങ്ങയുമായിട്ടുള്ള എന്റെ പരിചയം 5-6 വർഷങ്ങളാണ്, മുകളിലാണ്. അക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എത്ര ഉന്നതനായാലും വസന്ത്, അക്കാര്യത്തിൽ എന്റെയോ ഈ സ്ഥാപനത്തിന്റെയോ അത്തരത്തിലൊരു ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടതില്ല. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ശിക്ഷിക്കപ്പെടും, പിടിക്കപ്പെടും എന്നൊരു മെസ്സേജ് മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. തീർച്ചയായും നീലിമ, ഞാൻ പറയുന്നത് ഭരണകക്ഷിയിലെ ഒരു MLA-ക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുന്നു. അപ്പൊ അദ്ദേഹത്തോട് രാജി എഴുതി മേടിച്ച് ഒരു നയം കൂടി കാണിക്കേണ്ടതായിട്ടുണ്ട്. 2 ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആത്മ പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട്. ആത്മയ്ക്ക് എല്ലാ കാലത്തും, ഇതുവരെയുള്ള കാലത്ത് ഒരേ ഒരു പ്രസിഡന്റ് ഉള്ള ആ പ്രസിഡന്റ് ഇന്ന് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. അദ്ദേഹത്തിൽ നിന്ന് മിനിമം MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പോലും സർക്കാരിന് ബഹുഭൂരിപക്ഷമില്ലേ? ഒരു MLA രാജിവെച്ചെന്ന് പറഞ്ഞ് സർക്കാർ നേരെ പോകുന്നില്ല. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ പോലും, കാരണം ഘടകകക്ഷി നേതാവാണല്ലോ, മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം കഴിയുന്നോടം വരെ മാറ്റി നിർത്താനുള്ള ഒരു മാന്യത കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഇതുപോലെയുള്ള വമ്പന്മാർ, ഇപ്പൊ നീലിമ പറഞ്ഞതുപോലെ, അതിന് എത്ര വലിയ വമ്പനാണെങ്കിലും, എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും, എത്ര വലിയ മെഗാസ്റ്റാർ ആണെങ്കിലും, അതൊന്നും പോലീസ് സംവിധാനത്തിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ശൂന്യാകാശത്ത് തത്തിക്കളിക്കുന്നവരാണ് എന്ന വിചാരം അവർക്ക് ആവശ്യമില്ല. അത് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാൻ ഇട സർക്കാർ വരുത്തുകയും ചെയ്യരുത് എന്നാണ് നമ്മുടെ നിലപാട്. ഓക്കെ, അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക് പോവുകയാണ്. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിലപ്പുറം നിയമ വിദഗ്ധൻ കൂടിയാണ്. ശ്രീ ലാൽകുമാർ, ഇന്ന് ഏറ്റവും ഒടുവിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തിയ സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നാൽ വളരെ കൃത്യമായി കേസെടുക്കുമെന്നാണ് പുറത്തു വന്ന വിവരം. ഇനി നിയമപരമായി ഈ വിഷയത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സാധ്യതയുള്ളത്? നോക്കൂ, ഇപ്പോൾ പുതിയ CRPCയുടെ പുതിയ നിയമപ്രകാരം ഇവിടെ പറഞ്ഞല്ലോ, വസന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് പോലീസിനൊരു സ്കോപ്പുണ്ട്. ആ സ്കോപ്പ് ഉപയോഗിക്കണോ വേണ്ടായോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അത് വസന്ത് പറഞ്ഞതിനകത്തൊരു ചെറിയ ന്യായവുമുണ്ട്. കാരണം എന്താ, ഒരു റേപ്പാണ് വിഷയമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ഒരു ലേഡിക്കെതിരെ ഷീസ് ഗിവിങ് ഓറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾ ത്രൂ ഔട്ട് ദ മീഡിയ. അപ്പോൾ അങ്ങനൊരു സ്റ്റാൻഡ് അവരെടുക്കുമ്പം അതിന് FIR ഇടാമെന്നതേ ഉള്ളൂ. നമ്മൾ FIR ഇടാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല. നിയമപ്രകാരം ദാറ്റ് ഈസ് എ കോഗ്നൈസബിൾ ഒഫൻസ്, നോൺ ബെയിലബിൾ ആണ്, ഒക്കെ കറക്റ്റാണ്. അതിന് FIR ഇടാൻ പറ്റുന്നതിനാണ്. സിദ്ദിഖിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്. ഇത് അവരാവർത്തിച്ചതിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിനെ കാണുന്ന രണ്ട് തരത്തിലാണ്. രണ്ടായിട്ട് ഞാൻ ഇതിനെ പാർട്ടീഷൻ ചെയ്യാം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ. ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇതെല്ലാം മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മളുടെ ചർച്ചയ്ക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങുന്നതിൻ്റെ പ്രലൂഡ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി കമ്മിറ്റിയുടെ മുന്നിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് യഥാർത്ഥത്തിൽ സർക്കാർ അങ്ങോട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കമ്മിറ്റിയുടെ മുന്നിൽ കമ്മിറ്റിയുടെ മെയിൻ പേർപ്പസ് എന്താണ്? പേർപ്പസ് ഓഫ് എ കമ്മിറ്റി വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കമ്മിറ്റിയുടെ പേർപ്പസ് പ്രോപ്പറായിട്ട് സിനിമാ മേഖലയ്ക്കകത്ത് റിഫോംസ് നടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യം ഈക്വാലിറ്റി, ഈക്വൽ പേ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. ഇപ്പം അവർക്ക് മൂത്രപ്പരയില്ല, ലാട്രിനില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. അതിനകത്തെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ആൾക്കാർക്ക് നേരിടേണ്ട വന്നിട്ടുള്ള പ്രശ്നങ്ങൾ. ആ പറയുന്ന അവർക്ക് നേരിടേണ്ട വന്ന പ്രശ്നങ്ങളിൽ അവർ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുക്കുന്നു. അവർ പുറത്തിത് പറഞ്ഞിട്ടില്ല. ഇപ്പം ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരാരും ഇപ്പം പുറത്തു വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല, എൻ്റെ അറിവിലില്ല. അവിടെ പറഞ്ഞവർക്ക് വേണമെങ്കിൽ പുറത്തു വന്ന് മൊഴി കൊടുക്കുകയും ചെയ്യാം. അതവർ ചെയ്യാത്തതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് ആ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവർ ആ മൊഴി കൊടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം സർക്കാരിലേക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. അത് സർക്കാർ ഉയർത്തിക്കൊണ്ടാക്കി കൊടുക്കുന്നു. ആ കമ്മീഷൻ്റെ മുന്നിൽ അവർ വന്ന് മൊഴി കൊടുക്കുന്നു. അതുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഇൻറ്റൻഷൻ അവർക്കില്ല. അവർക്കിപ്പോൾ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഓഫീസറുടെ ചെന്ന് ഒരു FIR ഇടാൻ പറയുകയോ ചെയ്യാം. FIR ഇട്ടേ പറ്റൂ. അതിനകത്ത് CRPCയിൽ പ്രൊസീജിയറുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇട്ടില്ല എങ്കിൽ അപ്പോഴേ മേളിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എവിഡൻസ് കൊടുത്തിരിക്കുന്ന, എവിഡൻസ് തന്നെ വിളിക്കാൻ പറ്റില്ല, ഓറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും ലക്ഷ്യം അത് ഒരു സിനിമാ മേഖലയ്ക്കകത്തുള്ള റിഫോമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. അതിനകത്ത് അവരുടെ പ്രൈവസി ഉണ്ട്. ആ പ്രൈവസി അവർക്ക് ഒരിക്കലും ഇത് പുറത്തു കൊണ്ടുവരാൻ താല്പര്യമില്ല. ഇപ്പോൾ പുറത്തു കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർക്കത് കംപ്ലൈൻ്റ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യവുമില്ല. നമ്മൾ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് കൊടുത്ത ഗ്യാരണ്ടിയാണ് പ്രൈവസി ഗ്യാരണ്ടി ചെയ്തതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾ X എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നു, നിങ്ങൾ FIR ഇടുന്നു. ആ ലേഡി കോടതിയുടെ മുന്നിൽ വന്ന് ഓറൽ എവിഡൻസ് കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. FIR ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FIR ഇടാൻ പറ്റും കേട്ടോ, പോലീസിന് FIR ഇടാൻ പറ്റും. പക്ഷേ അവരുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ആ കമ്മിറ്റിക്കും ഈ പറയുന്ന സർക്കാരിനും പുറകോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം അതൊരു മോറൽ ഇഷ്യൂവിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ കോടതി പറയുകയാണ് നാളെ എബവ് ദാറ്റ് യു ഹാവ് ടു രജിസ്റ്റർ ആൻ FIR എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇട്ടേ പറ്റുമോ, അതിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല ഇതിനകത്ത്. അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞതിനകത്തെ, മുഖ്യമന്ത്രി പറഞ്ഞതിനകത്തെ സ്റ്റേറ്റ്മെൻറ്റിന് പ്രാധാന്യം ഉണ്ടാകുന്നത്. എന്താണ്, നിങ്ങൾ വരുക അല്ല കംപ്ലൈൻറ്റ്, ആ കംപ്ലൈൻറ്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കംപ്ലൈൻറ്റ് അവർ ലൈവാക്കി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു പരാതി കൊടുത്താൽ മതി. ഉറപ്പായിട്ടും ഇത് ടേക്കപ്പ് ചെയ്യാം, അറസ്റ്റ് ചെയ്യും. ഇത് മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്റ്റാർഡം ഉള്ളവർ ആരാണെങ്കിലും അവർക്കെതിരെ ഒരു പരാതി വന്നാൽ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങും. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ചരിത്രം ഈ നാട്ടിലുണ്ടല്ലോ അല്ലേ? ദിലീപിനെ കുറിച്ചുള്ള അന്നത്തെ ഈ മാധ്യമപ്രവർത്തകരുടെ വാദം അനുസരിച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്നത്, ഫിലിം ഇൻഡസ്ട്രിയെ. ആ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്ന ആളെ അറസ്റ്റ് ചെയ്ത ഒരു പാരമ്പര്യം ഈ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനുണ്ട്. അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതിൻ്റെ പ്രൈവസിയുടെ വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടൊരു പ്രശ്നമുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഒരു ഭാഗം. അതാണ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് FIR ഇട്ട് കേസ് എടുത്ത് രജിസ്റ്റർ ചെയ്ത് ഇവരെ ഓരോരുത്തരെയും പിടിച്ച് അകത്തിടണ്ടേന്ന് പറയുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ ചെയ്താൽ മതി എന്നൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട്. അല്ലാതെ FIR ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലീസ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡു ഇറ്റ്.
ഇല്ല എന്ന് പറയുന്നില്ല. അതിനകത്ത് പോലീസിന് FIR, ഒരു കോഗ്നൈസബിൾ ഒഫൻസിൽ പോലീസിന് FIR ഇടാൻ, ഈവൻ അതർവൈസ് ഇടാനുള്ള അവകാശമുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് കൊടുത്ത വാക്കാണ് അവിടുത്തെ പ്രശ്നം. അതാണ് സർക്കാരിനെ പല ഘട്ടങ്ങളിലും പുറകോട്ട് പിൻവലിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിനെതിരെ FIR ഇടാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു സർക്കാരിന് എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇടാൻ പറ്റില്ല? വളരെ സിമ്പിളായി ഇടാൻ പറ്റുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ആ ഭാഗം അത്. മറ്റേത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പബ്ലിക്കായിട്ട് ഒരു ലേഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു, അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്, അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അതിനകത്ത് FIR ഇടാൻ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാര്യം അവരുടെ പ്രൈവസി ബാധിക്കുന്നൊരു വിഷയമല്ല. ആ ലാസ്റ്റിൽ പറഞ്ഞ ഒരു റേപ്പ് വിക്ടിമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ റേപ്പ് വിക്ടിമിൻ്റെ കാര്യത്തിൽ FIR ഇടാൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെ മൊഴിയിൽ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ വോളണ്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല അത് റേപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയമില്ല. ബിക്കോസ് ഷീ ഹാസ് ഓൾറെഡി മെയ്ഡ് എവറിത്തിങ് പബ്ലിക്. ഷീ ഹാസ് കം ബിഫോർ ദ മീഡിയ, ഷീ മെയ്ഡ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് അവരുടെ പ്രൈവസിയുടെ ഒരു പ്രശ്നം വരുന്നില്ല. ആ കേസിൽ FIR ഇടാം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനകത്ത് തെറ്റുമില്ല. പിന്നെ ഈ പറയുന്ന അടുത്തത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രഞ്ജിത്തുമായി ബന്ധപ്പെട്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഒരു കാരണവശാലും അത് പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊന്ന് മാക്സിമം പണിഷ്മെൻറ്റ് രഞ്ജിത്തിന് കിട്ടാൻ പറ്റുന്നത് ഈ ഇതിൻ്റെ സർക്കാരിൻ്റെ ആ തൊഴിൽ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അവർക്കത് പെർസീവ് ചെയ്യാൻ താല്പര്യമില്ല, അവർ വന്ന് ഓറൽ എവിഡൻസ് കൊടുക്കാൻ താല്പര്യമില്ല, അതിൻ്റെ ലിറ്റിഗേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെയും ഇഫ് യു ആസ്ക് മീ പേഴ്സണലി പഴയ 354 വേണമെങ്കിൽ നിൽക്കും, അതിന് FIR ഇടാമെന്നേ ഉള്ളൂ. until and unless the person gives oral evidence before the court, nothing will happen. അത് കൺവിക്ഷൻ എന്ന് പറയുന്ന സാധനം നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പം ഇതിനകത്ത് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് സർക്കാരിന് എടുക്കാനുള്ള ചോയ്സ് ഒരിതുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്മിറ്റിയിൽ ഓരോരുത്തർ വന്നവരോടും സ്ത്രീകൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട്. ആ വാക്ക് പാലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നിയമത്തിൻ്റെ ഇൻട്രിക്കസീസ് വെച്ച് എല്ലാവർക്കും എക്സിനെതിരെ ഇന്ന ആൾ റേപ്പ് ചെയ്തു, ഒരു ഉദാഹരണം, എക്സ് എന്ന് പറയുന്ന ലേഡിയെ Y എന്ന് പറയുന്ന മനുഷ്യൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ എക്സിനും വൈക്കും അറിയാമല്ലോ. പിന്നെ അവർ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും? ഈ ഇൻഡസ്ട്രിക്കകത്ത് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? അവരെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സോഷ്യൽ കോംപ്ലിക്കേഷൻസും ഇതിനകത്ത് വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫർദർ ഇത് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണം, അവരെ അകത്താക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടതായിട്ടുണ്ട്, പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഓറൽ എവിഡൻസിന് വലിയ വാല്യൂ ഉണ്ട്. നിയമപ്രകാരം അവർ ഓറൽ എവിഡൻസിനെ ഇവർക്ക് ഗെറ്റ് ഓവർ ചെയ്യുക അത്ര എളുപ്പമല്ല. അപ്പം അങ്ങനെ ഒരു മൊത്തത്തിലായിട്ട് നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഈ ബഹളം ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. അവർക്ക് യെല്ലോ ജേർണലിസത്തിൻ്റെ പീക്കിലാണ് അവർ നിൽക്കുന്നത്. യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സിനിമാ മേഖലയിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പം മറ്റു പല പ്രശ്നങ്ങളും ഈ മേഖലയിൽ നേരിടുന്നുണ്ട്. അതൊന്നും അവരുടെ വിഷയമേ അല്ല. ആ വിഷയങ്ങൾക്കൊക്കെ എനിക്കൊന്ന് കോൺഗ്രസിന് പോലും സമഗ്രമായ മാറ്റങ്ങൾ വരണമെന്ന അവരുടെ ആഗ്രഹമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേ സ്ഥാനത്ത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് ഇതിൻ്റെ യെല്ലോ പാർട്ട് മാത്രം കിട്ടി പരമാവധി ആൾക്കാരെ ടാർണിഷ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി, കഥ രൂപീകരിച്ചുണ്ടാക്കി വിടുന്ന ഒരു പത്രധർമ്മ അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു മൊറാലിറ്റിയിലേക്ക് ഈ സാധനത്തിനെ ചുരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഗോസിപ്പിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റിന് സംഭവിച്ചിരിക്കുന്ന ഡീഗ്രഡേഷന്റെ ഭാഗമാണ്. എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കോംപ്ലിക്കേഷൻ അത്തരത്തിൽ നിലപാടെടുക്കുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അഡ്വക്കേറ്റ് ലാവൽകുമാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ ഗായത്രി വർഷ നമ്മോടൊപ്പം ചേരുകയാണ്. ഗായത്രി 30 വർഷത്തോളം ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. നോക്കൂ, ഒരു സമരമുഖത്താണ് ഗായത്രി ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ, വനിതാ അഭിനേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ അതിജീവിത തുടങ്ങി വെച്ച ഒരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള അതികായരുടെ വൻ വീഴ്ച, വലിയ വെളിപ്പെടുത്തലുകൾ എല്ലാം പുറത്തു വരുന്നത് ആ ഒരു പോരാട്ടത്തിൻ്റെ ചുവട് പിടിച്ചാണ്. അത് തുടർന്നാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെൺകുട്ടികൾ അവർ നേരിടുന്ന പീഡനങ്ങൾ വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയാൻ തയ്യാറാകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഇപ്പോൾ നോക്കൂ, സർക്കാർ വളരെ കൃത്യമായൊരു നിലപാട് കൂടി വൈകുന്നേരം തീരുമാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇതിൽ എൻക്വയറി നടത്താൻ പോകുകയാണ്. ഇതിൽ ഉറച്ചു നിൽക്കുന്ന കേസുകളിൽ വളരെ കൃത്യമായി FIR ഇട്ട് കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒന്ന്,
നമുക്കറിയാം ഇന്ന് പകൽ കണ്ടത് രഞ്ജിത്തിൻ്റെ രാജിയാണ്, മറ്റൊന്ന് സിദ്ദിഖിൻ്റെ രാജിയാണ്. ഇപ്പോൾ ലാൽകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സിദ്ദിഖിനെ കുറിച്ചാണ് ഏറ്റവും അധികം വലിയ വലിയ പരാതികൾ ഉയർന്നിട്ടുള്ളത്. ഒരു തരത്തിലും ഇന്നലെ ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ, ഒരു 15 മിനിറ്റ് ആ പെൺകുട്ടി പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ മനസാക്ഷിയുള്ള ഒരാൾക്ക് ഉറങ്ങാൻ പോലും കഴിയുന്ന ഒരവസ്ഥയല്ല. പുരുഷ ജനങ്ങൾ പോലും, വീട്ടിലിരുന്ന് കാണുന്ന പുരുഷ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീർ വരുന്നൊരു സാഹചര്യം ആണ് ആ കുട്ടി ഇന്നലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായത്. സർക്കാരിൻ്റെ നിലപാടിനെ ഒപ്പം ഇപ്പോൾ നിങ്ങൾ ഒന്നാകെ കൈവരിച്ചിരിക്കുന്ന ഈ ഊർജത്തെക്കുറിച്ച് ഈ നിമിഷത്തിൽ എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? എനിക്കൊന്ന് കൈരളി ന്യൂസിനോട് തന്നെ ഞാൻ രാവിലെ പ്രതികരിച്ച ഒരു സെൻറ്റൻസാണ് നമ്മളുടെ അവതാരിക ഇപ്പം എടുത്തു പറഞ്ഞെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി നമ്മൾ കരഞ്ഞുകൊണ്ട് ഉറങ്ങിയവർ, വീട്ടിലിരിക്കുന്ന പുരുഷന്മാർ പോലും കണ്ണീരണിഞ്ഞുകൊണ്ട് നമ്മൾ ഉറങ്ങിയപ്പോൾ ഇന്ന് രാവിലെ ആദ്യമേ കാണുന്ന വാർത്ത സിദ്ദിഖിൻ്റെ രാജി എന്നുള്ളതാണ്. ഈ ലോകം സാംസ്കാരികമായി മുന്നോട്ടാണ് എന്ന് പറയുന്ന വലിയ പ്രതീക്ഷയുടെ ഒരു പുലരിയാണ് നമ്മളിന്ന് കണ്ടത്. അത് ഇപ്പം അവതാരിക പറഞ്ഞത് തീർച്ചയായിട്ടും സിദ്ദിഖ് ആണ് ഏറ്റവും വലിയ ക്രൂരമായ പ്രവൃത്തി ചെയ്ത ആളാണെന്ന് പറഞ്ഞു. പക്ഷേ അല്ല, ഒരു അസോൾട്ടിനെയും ചെറുതായി കാണുന്നില്ല, ഒരു അസോൾട്ടിനെയും ചെറുതായി കാണാൻ കഴിയില്ല. അത് വെർബലായാൽ പോലും അങ്ങേയറ്റം സഹിക്കാൻ കഴിയുന്ന അവസ്ഥയല്ലല്ലോ. അതെ, അല്ല, അതാണ് ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാർ പറഞ്ഞതിൻ്റെ അകത്ത് തന്നെ ഞാൻ നിൽക്കുകയാണ്. കാരണം ഇതിനകത്ത് ഒരു ആവേശവും നമ്മൾ കാണിക്കേണ്ടതില്ല. മാധ്യമങ്ങളോട് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്, മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും. കാരണം സോഷ്യൽ മീഡിയ കാണുമ്പോൾ പൊതുസമൂഹത്തിനും ഇതേ ഇക്കിളിപ്പെടുത്തുന്ന കമൻസുകളും ഇന്നലെ ആ കുട്ടിയും സോണിയ മൽഹാറും ഒക്കെ പറയുന്ന പ്രസ്താവനകളുടെ അവരുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടുള്ള അനുഭവ വിശദീകരണങ്ങളുടെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ വളരെ ഇക്കിളി സ്വഭാവമുള്ള കമൻറ്റുകളൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത്തരത്തിലുള്ള ഒരു ആസ്വാദനവും ആവേശവും നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമില്ല. ഇത് മുന്നോട്ട് തന്നെയാണ്. സർക്കാർ നിശ്ചയദാർഢ്യത്തിലാണ്. ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരാണ്. ഇത് വളരെ കൃത്യമായി ഒരു സമൂഹത്തിൻ്റെ സ്ത്രീപക്ഷ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ്. സിനിമയുൾപ്പെടെയുള്ള നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ തൊഴിലിടങ്ങളിലും ജീവിതത്തിനും കുടുംബത്തിനകത്തും വീട്ടിനകത്തുമുള്ള സ്ത്രീവിരുദ്ധതയെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഉപഭോഗ വസ്തു, ആസ്വാദന വസ്തു എന്ന് പറയുന്ന ഒരിടത്തേക്ക് മാത്രം കാണുന്ന ഒരു കാലഘട്ടത്തിൻ്റെ തിരശീലയിടാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരമാണ്. തീർച്ചയായിട്ടും നീലിമ പറഞ്ഞത് വളരെ കൃത്യമാണ്. വലിയ സമരമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സമരം പക്ഷേ ഏറ്റവും ആർജവമുള്ള സമരമാണ്, ഊർജ്ജമുള്ള സമരമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ് പുറത്ത് വന്നതിന് ശേഷം സർക്കാർ എടുത്തിരിക്കുന്ന നിലപാടുകൾ, സർക്കാർ എടുത്തിരിക്കുന്ന അടുക്കും ചിട്ടയുമുള്ള, അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കരുത് ദയവ് ചെയ്ത്. മാധ്യമങ്ങളോടുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തോടുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. അടുക്കും ചിട്ടയോടും കൂടി ഒരാരോപണം വന്നാൽ അതിന് കൃത്യമായ നിയമത്തിൽ എന്താണ് അടുത്ത പരിപാടി എന്ന് നമ്മൾ അന്വേഷിക്കുക, നിയമ നടപടികൾ എന്താണെന്ന് അന്വേഷിക്കുക, ആ നിയമ നടപടിക്ക് അനുസരിച്ച് അതിനെ ഫയൽ ചെയ്യുക, അതിലേക്ക് പോവുക. എത്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ശ്രീ രഞ്ജിത്ത്. അദ്ദേഹത്തോട് മാറി നിൽക്കാൻ നിർബന്ധമായും പറയുക. അതിനുള്ളിൽ തന്നെ സ്വമേധയാ രാജിയിലേക്ക് വരിക. അന്വേഷണം ഉണ്ടാവട്ടെ. മലയാള സിനിമയെ ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരിക്കും ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിനകത്ത് ഒരു കക്ഷി രാഷ്ട്രീയവും ഞാൻ കാണുന്നില്ല. ആരുടെ പേര് ഇപ്പം സിദ്ദിഖ് കോൺഗ്രസ്സുകാരനാണ്. ഇന്ന് സിദ്ദിഖിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞ അവതാരികയോട് ഏറ്റവും അധികം രൂക്ഷമായി പ്രതികരിച്ച മോശമായ ഭാഷാപ്രയോഗം പോലും ഉണ്ടായ, ഞാനും ഒരു അമ്മയ്ക്ക് ജനിച്ചവനാണ് എന്ന് ഒരു അവതാരികയോട് വളരെ മ്ലേച്ഛമായ ബോഡി ലാംഗ്വേജിൽ പറഞ്ഞിട്ടുള്ള ധർമ്മജൻ എന്ന് പറയുന്ന നടൻ ഇത്തരത്തിലൊന്നും അല്ല പ്രതികരിക്കേണ്ടത്. കല സാമൂഹ്യ സംസ്കരണത്തിനാണ്, കല ജീവിതത്തിനാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാകാരൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഉണ്ടാവാൻ പാടില്ല. അതിന് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും പിൻബലം വേണ്ട, ഇടതുപക്ഷ മനസ്സിൻ്റെ പിൻബലം വേണം. ഇടതുപക്ഷ കക്ഷി പാർട്ടിക്കാരെ അല്ല, കക്ഷി രാഷ്ട്രീയമല്ല അതിൻ്റെ അകത്ത് വലുത്. ഇടതുപക്ഷ മനസ്സുണ്ടാവണം. ആ ഇടതുപക്ഷ മനസ്സിൽ നിന്നുകൊണ്ട് സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുമ്പോൾ അത് നിയമമായും നടപടിയായും മുന്നോട്ട് നടപടിക്രമങ്ങളായി വരുമ്പം അതിൻ്റെ അടുക്കും ചിട്ടയിലും അത് പോകുമ്പം ഇത് ഏറ്റവും നല്ലൊരിടത്തേക്ക് തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ മാറുന്നത് എന്നുള്ള ഊർജം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. ഗായത്രി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സർക്കാരിനെതിരെ വലിയ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന്
എൻ്റെയും അതുപോലെ ഗായത്രിയുടെയും എല്ലാം താല്പര്യമാണ്. പക്ഷേ ഇതുകൂടി വളരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്ന ഒരു ദുരവസ്ഥ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നാകുമ്പോൾ കുറച്ച് യാഥാർത്ഥ്യത്തിലേക്ക് പ്രതിപക്ഷം വരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചു. എന്തിനാണ് അത് ചെയ്തത്? പ്രമുഖരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള ആ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയല്ലേ ഇന്ന് ഉണ്ടായിരിക്കുന്ന 2 രാജികൾ? തീർച്ചയായിട്ടും നിലിമ, ഞാൻ ഇതിൻ്റെ അകത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരണ്ട എന്ന് പറഞ്ഞു സ്ത്രീകളിൽ പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം സിനിമയുടെ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള എനിക്കറിയാം, ഇത് പുറത്ത് വന്ന് നമ്മൾ ആ കമ്മിറ്റി ഫൈൻഡിങ്സ് മുഴുവനായിട്ട് 62 പേര് മൊഴി കൊടുത്തപ്പോൾ ആ 62 പേരിൽ 10 മണിക്കൂർ വരെ സംസാരിച്ച സ്ത്രീകളുണ്ട് എന്ന് പറഞ്ഞ് മൊഴി കൊടുക്കുമ്പോൾ ഇതിലും വലിയ വൻ തൂണുകൾ നിലം പൊത്തുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ നിലംപൊത്തുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ സ്വാധീനമുള്ള ആണധികാരത്തിൻ്റെ ഇടങ്ങളിൽ വിരാജിച്ചിരിക്കുന്ന ചക്രവർത്തിമാരൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ ആരോപണങ്ങൾക്ക് വിധേയരാകുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീകളെ ഏതെല്ലാം രീതിയിൽ, ചിലപ്പോൾ അവരുടെ ജീവഹാനി വരെ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള പ്രതികരണങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആത്മഹത്യ ചെയ്തു പോകുന്ന അധിക്ഷേപങ്ങളിലേക്കൊക്കെ ഇവരുടെ ഫാൻ ക്ലബ്ബുകളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാമൂഹ്യ പ്രചാരണങ്ങൾ, ഒരു സാമൂഹ്യ അരാജകത്വത്തിലേക്ക് ഇത് മാറും എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു എനിക്ക്. അത്തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയും എന്തിനാണ് പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത്, സ്ത്രീകളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് എന്തിനു പുറത്തു വരണം, അതല്ലാതെ ഇച്ഛാശക്തിയോടെ ഗവൺമെൻറ് അത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിനിമ റെഗുലേറ്ററി അതോറിറ്റി നിയമം കൊണ്ടുവരുവാനുള്ള നിയമ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങി. അത്തരത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതുപോലെ തന്നെ അക്കാഡമി കോർപ്പറേഷനുമായിട്ട് സിനിമകൾ, സ്ത്രീകളുടെ 4 സിനിമകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു, റിലീസ് ചെയ്ത് കഴിഞ്ഞു. സർക്കാർ അത് ഉത്തരവാദിത്വത്തോടു കൂടി എക്സിബിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഈ സിനിമയുടെ ഇതര ടെക്നിക്കൽ ഭാഗങ്ങളിൽ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് ഉൾപ്പെടെ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, അതിന് അക്കാഡമിക്കലി അവരെ പരിശീലനം കൊടുക്കുന്ന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ സിനിമയുടെ വിവിധ മുഖങ്ങളിലേക്ക് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന രീതിയിലേക്കും സ്ത്രീകൾക്ക് പഠിച്ച് വിജ്ഞാനത്തോടു കൂടി തന്നെ ടെക്നിക്കൽ മികവോടുകൂടി തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കാനുള്ള ഊർജവും ആത്മവിശ്വാസവും കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ടുവരുന്ന നടപടികളിലേക്ക് ഈ സർക്കാർ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം. നിർഭാഗ്യവശാൽ ഇത്തരം നടപടിക്രമങ്ങൾ ഒന്നും ജനങ്ങളെ അറിയിക്കാൻ ഒരു മാധ്യമവും, ഈ പോപ്പുലറായി നിൽക്കുന്ന ഈ പൈങ്കിളി കഥകളുടെ പിന്നാലെ പോകുന്ന ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല എന്നുള്ളിടത്ത് നമ്മളും +2 കഴിഞ്ഞാൽ, പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ എന്ത് പഠിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ സിനിമ എനിക്ക് പഠിക്കാനുണ്ട്, എന്നെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് അറിയുന്ന ഒരിടത്തേക്ക് നമ്മുടെ സമൂഹം മാറുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ എത്രയോ പരാതികളിൽ കേസെടുത്തു, എത്ര പേര് ജയിലിലേക്കായി, അതിനൊക്കെ വളരെ സ്വകാര്യ സ്വഭാവമുള്ളതുകൊണ്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ഉൾപ്പെടെയുള്ള പരാതികളിൽ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതിനെല്ലാം രഹസ്യ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് അത് പലതും ഇതുപോലെ വിളിച്ചു പറഞ്ഞിട്ടില്ല. കൃത്യമായി നിവർന്നു നിന്നുകൊണ്ട് പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീകളുടെ എല്ലാ പ്രശ്നത്തിലും ഈ കാലയളവിൽ, ഈ 4.5 വർഷത്തിൻ്റെ കാലയളവിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കകത്തും കൃത്യമായ നിയമ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. അതിജീവിതയുടെ മാത്രമല്ല, ആ വലിയ കേസിലുണ്ടായ അതിജീവിതയുടെ മാത്രമല്ല, മറ്റു പലരുടെയും കേസുകൾ ഇത്തരത്തിൽ സർക്കാർ നിയമ നടപടികളിലേക്ക് പോകുന്ന വനിതാ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ബോഡികൾ അത്തരം നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ അറിയാമായിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ ഒരു സാമൂഹ്യ അരാജകത്വത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ഇതുണ്ടാവരുത്. പക്ഷെ വിപ്ലവം വഴിയേ വരും. വിപ്ലവത്തിന് ചില ബഹളങ്ങൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് ഇങ്ങനെ വന്നു. വളരെ മലയാള സിനിമയിൽ ഒരു മഹാവിപ്ലവത്തിനാണ് യഥാർത്ഥത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമാധാനമായി. ഗായത്രി, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് കൂടി, കോൺഗ്രസ് പ്രതിനിധി വസന്ത് സിറേക്കിലേക്ക് കൂടി പോവുകയാണ്. വസന്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ രാഷ്ട്രീയപരമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുൻനിർത്തി സർക്കാരിനെ ആക്രമിക്കുന്ന ഒരു ശൈലിയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ട് ഈ 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്ന സാഹചര്യമുണ്ടായി. നോക്കൂ, രഞ്ജിത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ഇത് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മളൊന്നും ഇത് രാഷ്ട്രീയമായി കാണേണ്ട ഒരു വിഷയമല്ല. ഈ അമ്മയുടെ ഭാരവാഹികൾ എന്ന് പറയുന്നത്
കോൺഗ്രസിന് വളരെ പരിചിത മുഖങ്ങളാണ്. സിദ്ദിഖ് തന്നെ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്, ഇപ്പോഴും കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് നോക്കൂ, ഇന്ന് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകർക്ക് നേരിട്ടതാണ്. നിങ്ങളുടെ UDFന്റെ സ്ഥാനാർത്ഥിയായ ഈ ധർമ്മജൻ ബോൾഗാട്ടി വളരെ നിന്ദ്യമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിച്ച മാധ്യമപ്രവർത്തകരെ നിന്ദ്യമായ ഭാഷയിൽ ഉപയോഗിക്കുന്ന അത്തരത്തിൽ പ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. യഥാർത്ഥത്തിൽ സർക്കാരിനെ ആണോ നിങ്ങൾ വിമർശിക്കേണ്ടിയിരുന്നത് ഈ വിഷയത്തിൽ? സ്വന്തം നിങ്ങളുടെ മൂല്യങ്ങൾ പിന്തുടരുന്ന ആളുകൾ തന്നെ വലിയ ഒരു ക്രൈം ചെയ്ത് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. അത് പക്ഷേ ആരും ചർച്ച ചെയ്യുന്നില്ല. അല്ല നീലിമ, നോക്കൂ, ഇപ്പൊ ധർമ്മജൻ ബോൾഗാട്ടിയുടെ വിഷയം എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ധർമ്മജൻ ബോൾഗാട്ടിക്ക് നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരു പോസ്റ്റും ഇല്ല. അവിടെ നിന്ന് രാജിവെപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ ബോൾഗാട്ടി, നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അത് മറക്കണ്ട. ഇപ്പോഴും UDFന്റെ ഫേസ് തന്നെയാണ് ധർമ്മജൻ ബോൾഗാട്ടി. ഓക്കെ, അല്ലല്ല, അത് അദ്ദേഹം സ്ഥാനാർത്ഥി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഈ പരാമർശം നടത്തിയില്ലല്ലോ. ഇപ്പൊ സ്ഥാനാർത്ഥി അല്ലാത്ത സമയത്താണല്ലോ. ഇനി സ്ഥാനാർത്ഥി ആവാതെ നോക്കുക എന്നുള്ളതാണ്. അത് പാർട്ടി നോക്കി മതിയാവുകയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗായത്രിയോട് എനിക്ക് പരിതപിക്കാനേ പറ്റൂ. ഗായത്രി പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വരരുത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കാരണം അങ്ങനെ വെളിയിൽ വന്നാൽ ഒരു പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പ് ഇവിടെയുള്ളവരെ മുഴുവൻ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുമെന്ന് ഒരു സെക്കൻഡ് ഗായത്രി ഒന്ന് ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഗായത്രി ഞാൻ പറയട്ടെ. അത് പറ്റില്ലല്ലോ. അതെന്ത് നടപടിയാ? 10 മിനിറ്റ് വസന്ത് വഴങ്ങുമെങ്കിൽ മാത്രം. അത് ഗായത്രിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് പോകാമല്ലോ. കേൾക്കട്ടെ, എന്നിട്ട് അവർ ഉത്തരം പറഞ്ഞോട്ടെ. ഓക്കെ, ഞാനൊരു 10 സെക്കൻഡിൽ അവരോടുള്ള ചോദ്യം പറയും, എന്നിട്ട് അവർ ഉത്തരം പറയട്ടെ. അല്ല, ചോദ്യം ഗായത്രി ഒരു സെക്കൻഡ് അദ്ദേഹം പറഞ്ഞിട്ട് വരാം. അല്ലല്ല, ഞാൻ എന്താണ് പറയാൻ വന്നതെന്ന് അറിയാതെ അവർ അതിനുള്ളിൽ ഉത്തരം പറയാനാണെങ്കിൽ അവർ 15 മിനിറ്റ് സംസാരിച്ചപ്പോ ഇവിടെ മിണ്ടായിരുന്നവരാണ് ഞാനും ലാലും സുജാതയൊക്കെ. ഞങ്ങൾക്കൊന്നും വേറെ പണിയില്ലാത്തവരൊന്നും അല്ലല്ലോ. അവർ 15 മിനിറ്റ് സംസാരിച്ചപ്പോ ഞാൻ മിണ്ടായിരിക്കുകയായിരുന്നു. വസന്ത് പറയൂ. അവരെ പറ്റിയുള്ള അവരോടുള്ള എന്തുകൊണ്ടാണ് പരിതപിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു പൂർത്തീകരിക്കാൻ അതിനുള്ള സമയം തരണം. എന്നിട്ട് വേണം അവർ അതിന് ഉത്തരം പറയാൻ. മനസ്സിലാവുന്നില്ലേ? അതൊരു മര്യാദയാണ്. അത് കാണിക്കാൻ പഠിക്കാൻ പറയൂ. പോട്ടെ, വാട്ടവർ. ഞാൻ പറയാൻ വന്നത്, അങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്ന് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സിനിമാ മേഖലയിൽ ശ്രീമതി ഗായത്രി പറഞ്ഞതുപോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അവർ പവർഫുൾ ആണ് സൊസൈറ്റിയിൽ. പക്ഷെ അതൊരു സർക്കാരിന്റെ പരാജയമാണ്. 15 മിനിറ്റ് ഗായത്രി വാഴ്ത്തിപ്പാടി അതേ സർക്കാരിന്റെ, ഇനി എന്റെ സർക്കാരാണെങ്കിൽ ആ സർക്കാരിന്റെ പരാജയമാണ്. ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുമെങ്കിൽ, അതിന്റെ പേരിൽ ആത്മഹത്യകൾ നടക്കുമെങ്കിൽ ആ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണത്. മനസ്സിലാവുന്നില്ലേ? ഇനി ഗായത്രി നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, ഒരുപാട് പേർക്ക് എതിരെ നടപടി ഉണ്ടായി. ആർക്കെതിരെയാണ് നടപടി ഉണ്ടായത്? രഞ്ജിത്തിന്റെ രാജി എഴുതി മേടിച്ചാണെന്ന് നീലിമയ്ക്ക് പോലും ഒരു സേ ഇല്ല. പ്രിയപ്പെട്ട ലാലിന് പോലും അങ്ങനെ ഒരു സേ ഉണ്ടാവില്ല. അല്ല, എഴുതി വാങ്ങിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ, ആരും ആവശ്യപ്പെടാതെ തന്നെ രാജിവെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, ശ്രീമതി ഗായത്രി പറഞ്ഞേ രാജി എഴുതി മേടിക്കാൻ ആർജുള്ള ഒരു സർക്കാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് റെക്കോർഡിൽ ഉണ്ടാവുമല്ലോ, നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ എഴുതി മേടിക്കുകയല്ല ചെയ്തത്, രഞ്ജിത്ത് രാജിവെക്കുകയാണ് ചെയ്തത്. രാജിവെച്ചില്ലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമായിരുന്നു. ഇനി സിദ്ദിഖിന്റെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. സിദ്ദിഖ് അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടായപ്പോൾ അദ്ദേഹം രാജിവെച്ചു. ഇനി അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സിദ്ദിഖിനെതിരെ ഇന്ന് ശ്രീമതി നീലിമ പറയുന്ന പോലെ നമ്മുടെ സഹപ്രവർത്തക, ഞാനും മാധ്യമ ചർച്ചകളിൽ വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അപ്പൊ നിങ്ങളും എന്റെ സഹപ്രവർത്തകരാണ്. നമ്മുടെ സഹപ്രവർത്തകർക്ക് നേരെ അസഭ്യ വർഷം ധർമ്മജൻ ബോൾഗാട്ടി നടത്തിയിട്ടുണ്ടെങ്കിൽ FIR ഇട്ട് അന്വേഷണം നടത്തണം. FIR ഇട്ട്, സംശയം വേണ്ട. അതേ FIR ഇട്ടുള്ള അന്വേഷണം രഞ്ജിത്തിനെതിരെ ഉണ്ടാവണം, മുകേഷിനെതിരെ ഉണ്ടാവണം. ആത്മയുടെ ഒരേ ഒരു പ്രസിഡന്റ്, ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്ങിലുള്ള നിങ്ങളുടെ മന്ത്രി കൂടിയായിട്ടുള്ള ഗണേഷ് കുമാറിനെതിരെ ഉണ്ടാവണം. അപ്പോഴാണ് ഈ സർക്കാരിന് ആർജവമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഞാനൊന്ന് വഴങ്ങുകയാണ്, ഞാൻ കംപ്ലീറ്റ് ചെയ്യില്ല, വഴങ്ങുകയാണ് ഗായത്രിക്ക് വേണ്ടി. യെസ് ഗായത്രി, വളരെ പെട്ടെന്ന്.
താങ്ക് യു സോ മച്ച്. അത് ഞാനിങ്ങനെ കൈ കാണിച്ചത് ഇടയിൽ പറയാനല്ല, അതിന് ശേഷം എനിക്ക് പറയാനുണ്ടെന്ന് പറയാനാണ്. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ കാര്യം ആർക്കൊക്കെ എതിരെ നടപടിയെടുത്തു എന്നുള്ള ചോദ്യം, ഞാൻ കൊടുത്ത പരാതിയിൽ നടപടി എടുത്തിട്ടുണ്ട്. സീരിയൽ രംഗവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പരാതി കൊടുത്തിരുന്നു, അതിൽ പരാതി എടുത്തിട്ടുണ്ട്. വേറെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ഇതുണ്ട്, ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന സംവിധായകനുണ്ട്. അത് പരിശോധിച്ചറിയാം, നമുക്ക് സർക്കാരിൻ്റെ നിലപാട് പരിശോധിച്ച് അല്ലെങ്കിൽ നടപടി. പിന്നെ രഞ്ജിത്തിനോട് രാജി എഴുതി വാങ്ങി എന്നല്ല ഞാൻ പറഞ്ഞത്. രഞ്ജിത്ത് രാജി വെക്കണം എന്നൊരു ഫോഴ്സ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് അത് മന്ത്രി മുഖേന പറഞ്ഞിരുന്നു എന്നുള്ള വാർത്തകൾ ഇതേ വാർത്താമാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ അദ്ദേഹം രാജി കൊടുക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഈ ആവേശത്തിൻ്റെ ആവശ്യമില്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ അരാജകത്വം ഉണ്ടാവില്ല എന്നൊന്നും എൻ്റെ പ്രിയ കോൺഗ്രസ് സുഹൃത്ത് വിചാരിക്കേണ്ട. ഞാൻ സിനിമയ്ക്കകത്ത് 30 വർഷം പണിയെടുക്കുന്നതല്ല. ഇപ്പം തന്നെ ധർമ്മജനെ പോലെ ഒരാൾ ഈ രീതിയിലാണ് സിദ്ദിഖേട്ടൻ്റെ വക്കാലത്തുമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഫാൻസ് അസോസിയേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ആ പ്രതികരണത്തിന്റെ ഇരയായിരിക്കുന്ന രേവതി തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗായത്രി, രേവതി തന്നെ നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. രേവതി സമ്പത്ത് തന്നെ ഈ ചർച്ചയിൽ വന്നിട്ടുണ്ട്. രേവതി സമ്പത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേവതി ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് വലിയ രീതിയിൽ പരിഹാരം ആവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് തന്നെ അത്രയും ക്രൂരത രേവതിയോട് കാണിച്ചു എന്ന് പറയുന്ന ആ വലിയ നടൻ, അമ്മയുടെ ഭാരവാഹി ഇന്ന് രാജിവെച്ച് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം വൈകുന്നേരം സർക്കാർ തലത്തിൽ വലിയൊരു തീരുമാനം വന്നിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകളിൽ, രേവതി അടക്കമുള്ളവർ നടത്തുന്ന വെളിപ്പെടുത്തലുകളിൽ കൃത്യമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ, അതും ചെറിയ അന്വേഷണ സംഘമല്ല, വലിയ ഉദ്യോഗസ്ഥർ, വലിയ റാങ്കുള്ള ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വലിയ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വലിയൊരു അന്വേഷണത്തിന് സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ നടപടികളെയെല്ലാം രേവതി വിലയിരുത്തുന്നത്? രാജിവെച്ച കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അയാൾ അതിന് ടോട്ടലി ഡിസേർവ്ഡ് ആണ്. ഒരു സ്പേസസിലും അയാൾ വിസിബിലിറ്റി കാണേണ്ട ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. ഫിലിമിൽ ഫിലിമിൽ അയാൾ കാസ്റ്റാവപ്പെടുന്നതടക്കം ഞാൻ പറയുകയാണ്. ഒരു സ്പേസസിലും ഇങ്ങനെയുള്ള ആളുകൾ ഒരു തരത്തിലുള്ള എന്താണ് ഒരു സെക്കൻഡ് ചാൻസും അർഹിക്കുന്നില്ല. അത്രത്തോളം ക്രൂരമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിനെ തുടർന്ന് വന്ന ഈ പിന്നെ സർക്കാരിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമ്പം വെൽക്കമിങ് ആണ്. പക്ഷേ എപ്പോഴും പറയുന്ന പോലെ അല്ലാതെ പൊള്ളയായി ഇരിക്കാൻ പാടില്ല, അത് കുറച്ചും കൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആവണം എന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആക്ഷൻ ഓറിയൻറ്റഡ് ആകണം. അതിനപ്പുറത്തേക്ക് ആ ഒരു അഷുറൻസ് ബീങ് എ സർവൈവർ അവർക്കത് പ്രൊവൈഡ് ചെയ്യാനും പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക്, ബിക്കോസ് ഒത്തിരി പ്രീവിയസ് എക്സ്പീരിയൻസുകളാണ്, ഒരു ഹിസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, എന്നെപ്പോലുള്ള പല ആളുകൾക്കും ഇറ്റ്സ് നോട്ട് ഈസി. അതിനെ അപ്രോച്ച് ചെയ്യാൻ തന്നെ അവർ കുറച്ചുകൂടി സെൻസിറ്റീവായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചിങ്ങോട്ടൊരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ച് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കാം അതിൽ മുന്നോട്ട് ഞാൻ എൻ്റെ കാര്യം പറയാം, ഞാനടക്കം അത് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ കട്ടികൂടുള്ളൂ എന്ന് തോന്നുന്നു. അതായത് ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരു സമയത്താണ് ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ രേവതിക്ക് കടന്നു പോകേണ്ട ഒരു ദുരനുഭവം ഉണ്ടായത്. ജീവിതത്തിലെ വലിയൊരു ട്രോമയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്നലെ രേവതി പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങനെ കേട്ടിരിക്കാൻ പോലും കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആ പ്രേക്ഷകരെല്ലാം എന്നാണ് മനസ്സിലാകുന്നത്. ഒരു തരത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അതിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് രേവതി കടന്നുപോയ ആ മണിക്കൂറുകൾ, ആ നിമിഷങ്ങളൊക്കെ. അതൊന്നും ഒരു പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയല്ല. ഈ വ്യക്തിക്കെതിരെ അന്ന് നേരത്തെ തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സംഭവം നടന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ രേവതി വളരെ കൃത്യമായ ഇത്തരത്തിൽ മീറ്റു ആരോപണം ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ അതാരും ചെവിക്കൊള്ളാൻ പോലും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറി ഇപ്പോൾ അതിശക്തയായ ഒരു രേവതിയായി വന്ന് രേവതി ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ, അന്ന് സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ഓർമ്മയിൽ രേവതി പറഞ്ഞതായിട്ട്, നീ ആരോട് എന്ത് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും വിശ്വസിക്കാത്തൊരു കാലം നമ്മുടെ മുന്നിൽ നിന്നും പോയില്ലേ? അത് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെയല്ലേ കാണിക്കുന്നത്? അതിൽ വിശ്വാസം അർപ്പിക്കേണ്ടേ ഇപ്പോൾ? ആ ഒരു മാറ്റത്തിനെ ഞാൻ ടോട്ടലി റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു റെവല്യൂഷണറി ചേഞ്ചാണ്.
അതിന് പിന്നിലും സ്ത്രീകൾ തന്നെയാണ്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശബ്ദിച്ചിറങ്ങിയത്. അപ്പം പണ്ടത് പറഞ്ഞപ്പോൾ ആരും ചെവി കൊണ്ടില്ല എന്നുള്ളൊരു വിഷയം ഇരിക്കെ മാത്രമല്ല, ഇതേ അബ്യൂസേഴ്സിൻ്റെ നിന്ന് തന്നെ അവർ ഗ്രൂപ്പായിട്ട് ചേർന്ന് തിരിച്ച് അറ്റാക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അവർ തന്നെ തിരിച്ച് എൻ്റെ ഒരു പാസ്റ്റിലൊരു വിഷയം വളരെ റോങ്ഫുള്ളി കൊണ്ടുവന്ന് അവരതിനെ പ്രൊജക്റ്റ് ചെയ്ത് അവരിൽ നിന്നിട്ടുള്ളൊരു കൈൻഡ് ഓഫ് അറ്റാക്ക് ഞാനതിന് കൂടുതൽ വിസിബിലിറ്റി ഇപ്പോൾ കൊടുക്കുന്നില്ല. ബിക്കോസ് ചിലപ്പോൾ ഞാൻ ലീഗലി ചിലപ്പോൾ മൂവ് ചെയ്തേക്കാം ആ ഒരു പർട്ടിക്കുലർ സൈഡ് വെച്ചിട്ട്. പുറത്ത് നോർക്കിൽ നിന്നൊക്കെ തന്നെ കുറച്ച് എൻക്വയറി റിപ്പോർട്ട്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ബേസിസിൽ ഞാൻ പറയുകയാണ്. അപ്പം അധികം ഞാൻ വിസിബിലിറ്റി തരുന്നില്ല, ആ മാറ്ററിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോയി സംസാരിക്കുന്നില്ല. പക്ഷേ അവിടെ നിന്ന് ഒരു മാസീവ് അറ്റാക്ക്, അതായത് ഈ അബ്യൂസസ് തമ്മിൽ ഭയങ്കര ഒത്തൊരുമയാണ്. അപ്പം അവർ പിന്നെ ആ ടൈമിൽ ഒന്നാമത് എനിക്ക് ഒരു സോഷ്യൽ സ്പേസിൽ നിന്നും കിട്ടുന്നില്ല, പുറത്തുനിന്ന് അവർ എന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ ഒരു അപ്രോച്ച് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു. അന്ന് അവർ ചെയ്ത ആ ഒരു ടൂൾ, അവർ ഏത് ടൂൾ വെച്ചാണോ എന്നെ തിരിച്ചടിച്ചത്, അതെന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. ബിക്കോസ് എനിക്ക് യാതൊരു പങ്കുമില്ലാത്ത കുറേ വിഷയങ്ങളുണ്ട്. അതിൻ്റെ റിയാലിറ്റി A to Z മാത്രം അറിയുന്ന ആൾ ഞാൻ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് മാത്രമായിരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അതെന്നെ നല്ല സൈക്കോളജിക്കലിയും ഇമോഷണലി ഒക്കെ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ടൂൾ എന്നെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ കുറേ കൊല്ലം പിന്നെ എനിക്ക് പല സ്പേസിൽ നിന്നും മാറി വളരെ റിസർവ്ഡായി ഒതുങ്ങിയത്. ഒരു നാച്ചുറൽ എഫക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോയതുകൊണ്ടും എല്ലാ ഹെല്ലുകളും ഞാൻ കണ്ടതുകൊണ്ടും ഇപ്പോൾ ഞാൻ വളരെയധികം എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പല പല സൈഡുകളിൽ നിന്ന് വരുന്നുണ്ട്. അന്ന് ഞാനൊരു 14 പേരുകൾ പറഞ്ഞിരുന്നു. അതിലുള്ളൊരു പിന്നെ അബ്യൂസർ തന്നെയാണ്. അവരും വേറെയും പല ഹിഡൻ ആൾക്കാർ ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് അറ്റാക്ക് സൈഡ് ബൈ സൈഡ്. എനിക്കതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല എന്നുള്ളതാണ് കാര്യം. ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു. മോർ ദാൻ ദാറ്റ് ഞാൻ തന്നെ അങ്ങോട്ട് പറയുന്നു. ബിക്കോസ് എനിക്ക് എപ്പോഴും കേസുമായിട്ട് മുന്നോട്ട് നടക്കാൻ പറ്റണമെന്നില്ല ഡ്യൂ ടു മെനി തിങ്. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇങ്ങോട്ട് അവർ തന്നെ ഇങ്ങോട്ട് പിന്നെ എന്താണ് അവർക്ക് പ്രശ്നം എന്നുള്ളത് ഒരു അലിഗേഷൻ മാത്രമായിട്ട് നിൽക്കാതെ അവർ പിന്നെ നടപടികളും മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ, കാരണം ആരെങ്കിലും ഒരാളെങ്കിലും കേസ് കൊടുക്കൂ. ഞാൻ റെഡി ടു ഫേസ് ആണ് പല കാര്യങ്ങളും. സോ എന്ത് തന്നെ ഞാൻ പിന്നെ പ്രതികരിച്ചതുമായിട്ട് രേവതി റെഡി ടു ഫേസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ അന്വേഷണ സംഘത്തിൻ്റെതായ ഈ SIT രൂപീകരിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ അറിയിപ്പിൽ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, ഈ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ വളരെ കൃത്യമായി FIR ഇട്ട് കേസെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമോ? സിദ്ദിഖിനെതിരായ ആരോപണങ്ങളിൽ രേവതി ഉറച്ചു നിൽക്കുമോ? സിദ്ദിഖിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കാനും മാത്രം ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് തോട്ടിൽ പോകേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ അനുഭവിച്ച് വന്നത്. അതിനിപ്പം മരണം വരെ അണ്ടിലൈഡായി പിന്നെ ഇപ്പം നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും അല്ലാതെ എന്നെ കൊന്നു കളഞ്ഞാലും ശരി, പിന്നെ അതുവരെ ഞാൻ സ്പീക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ റിയാലിറ്റി, എൻ്റെ സത്യം ഇതാണ്, എൻ്റെ ട്രൂത്ത് ഇതാണ് എന്നുള്ളതാണ്. അപ്പം അതിന് ഇപ്പോൾ എന്താ ലീഗലി ഞാനിപ്പോൾ സിസ്റ്റം വിശ്വസിച്ച് അല്ലെങ്കിൽ ഇപ്പം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ചെയ്തിരിക്കുന്ന കാര്യത്തിന് വിശ്വസിക്കണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു അവരിങ്ങോട്ട് തരുന്ന റീഅഷുറൻസും വാലിഡിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. കാര്യം ഇതുവരെയും അതിന് ഞാൻ പോയി തട്ടിയ ഒരു ഡോറുകളും എനിക്ക് വളരെയധികം ഭീതിപ്പെടുത്തുന്ന വിഷയങ്ങളാണ് എനിക്ക് ഇങ്ങോട്ട് എക്സ്പീരിയൻസ് വൈസ് തന്നിട്ടുള്ളത്. അപ്പം കുറേ സമയവും കുറേ എനർജിയും ലൈഫിൽ കുറേ നല്ല ദിവസങ്ങളും എല്ലാം അതിനുവേണ്ടി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് എന്താണ്? ഒരു ബാഗേജ് ഓഫ് ട്രോമ മാത്രമാണ്. ആ ട്രോമ എന്നൊക്കെ പറയുന്നത് പല 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 രീതികളിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നും ഞാൻ അതിനൊക്കെ പ്രൈസ് പേ ഓഫ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പ്രതികരിച്ചു. ഇപ്പോൾ സൊല്യൂഷൻ തരാമെന്ന് പറയുന്ന ആളുകൾ ശരിക്കും സൊല്യൂഷൻ ഏത് ഫോർമാറ്റിൽ ഏത് സ്ട്രക്ചറിലാണ് അവർ തരാൻ പോകുന്നത്? ജസ്റ്റ് വേർഡ്സിലാണോ? അല്ലെങ്കിൽ ഇപ്പോൾ പറയുമ്പം ഭയങ്കര എന്താണ് അതിനൊരു വൃത്തിയൊക്കെ ഉണ്ട്, യെസ്. പക്ഷേ പലപ്പോഴും അത് ആക്ഷൻസിൽ പോകുമ്പോഴത്തേനും എല്ലാം തിത്തേതാഹ തന്നെയാണ് എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഇനി അതിലൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ചിനെ ഞാൻ തീർച്ചയായിട്ടും വെൽക്കം ചെയ്യാനും തയ്യാറാണ്. സോ ലെറ്റ് മീ സീ, ഞാൻ നോക്കട്ടെ, ഞാൻ കുറേ അനലൈസ് ചെയ്യട്ടെ, എൻ്റെ മനസ്സെന്ത് പറയുന്നു, എനിക്കതിലൊരു ഓണസ്റ്റി ഫീൽ ചെയ്യുന്നു, ഞാൻ ഇതിലിറങ്ങാം. അത് ഇറങ്ങിയത് കൊണ്ട് എനിക്ക് വീണ്ടും എൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മറ്റ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇതൊന്നും എനിക്ക് പിന്നെ പണയം കൊടുക്കേണ്ടി വരില്ല എന്നെനിക്ക് തോന്നുന്ന ഒരു ഉറപ്പ് എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല, അവർ തരേണ്ട ഒരു കാര്യം കൂടെയാണ്. അത് തോന്നുന്ന ഒരു ദിവസം ഞാൻ ധൈര്യമായിട്ട് ഇറങ്ങും. ശ്രീമതി CS സുജാത, രേവതിയെ പോലൊരു പെൺകുട്ടി വളരെ ധീരമായൊരു നിലപാട് ഈ ഘട്ടത്തിലും കൈക്കൊള്ളുകയാണ്. ഇവിടെ സർക്കാരിൻ്റെ ഒരു അഷുറൻസ് വേണം. അങ്ങനെ
യഥാർത്ഥത്തിൽ രേവതി കടന്നുപോയ ആ ട്രോമയെക്കുറിച്ചാണ് പറയുന്നത്. പല വാതിലിൽ മുട്ടി ഒരു തരത്തിലും നീതി എവിടെ നിന്ന് ലഭ്യമാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി മറിച്ചാകും കാര്യങ്ങൾ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ലേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും സിദ്ദിഖിനെതിരെയുള്ളത് റേപ്പ് കംപ്ലൈൻറ്റ് തന്നെയാണ്. അത് അറിയാമല്ലോ, അതിൻ്റെ ശിക്ഷ ജീവപര്യന്തമാണ്. FIR എത്ര വർഷം കഴിഞ്ഞാലും രജിസ്റ്റർ ചെയ്യാം. ഇപ്പം രേവതിയുടെ സംസാരം ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. എത്ര ബോൾഡായിട്ടാണ് ഇത് രേവതി പറയുന്നത്. ഈ കുട്ടി കടന്നു വന്ന അവൾക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ മോളുടെ സംഭാഷണത്തിലുണ്ട്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രേവതിക്ക് ഈ ഗവൺമെൻറ്റിനെ ഉറച്ച് വിശ്വസിക്കാം. കാരണം ഞാൻ തുടക്കത്തിൽ, മോള് എൻ്റെ ചർച്ച കേട്ടില്ല, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരു നടി ആക്രമിക്കപ്പെട്ട ഘട്ടമുണ്ടായപ്പോൾ എല്ലാവരും പറഞ്ഞത് തേഞ്ഞു മാഞ്ഞ് പോകുമെന്ന്. പക്ഷേ മലയാള സിനിമയെ അടക്കി വാണെന്ന് എല്ലാവരും പറയുന്ന ആൾ ജയിലിൽ മാസങ്ങളോളം കിടന്നത് ഞാൻ തുടക്കത്തിൽ ഇവിടെ സൂചിപ്പിച്ചു. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഇതുപോലെ ഒരു കമ്മിറ്റിയെയും ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. അത് നമുക്കെല്ലാം അറിയാവുന്ന കോടതിയുടെ പരിധിക്കുള്ളിലാണ്. അതിന് പുറത്തിപ്പോൾ ഇവർ 2 പ്രമുഖ അഭിഭാഷകരെ സൂചിപ്പിച്ച പോലെ ഈ സിദ്ദീഖിനെതിരെ ഗുരുതരമായ ആരോപണത്തിന് ഇങ്ങനെയൊരു അന്വേഷണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കണമെന്നാണ്. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, കുറേ കാര്യങ്ങളിപ്പോൾ സിനിമാ മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതെല്ലാം വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹായവും ഗവൺമെൻറ് കൊടുക്കും. വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായവും, പരാതിക്കാർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും കൃത്യമായി കൊടുക്കുവാൻ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഉറപ്പ് 100% രേവതിയെ പോലുള്ളവർക്ക് വലിയ ഉറപ്പാണ് ഈ സർക്കാർ നൽകുന്നത്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വളരെ ശക്തമായി തന്നെ രേവതിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്കാണ്. ലാൽകുമാർ, ഇപ്പോൾ രേവതി സമ്പത്ത് വളരെ ധീരമായൊരു നിലപാട് നമ്മുടെ ഫ്ലോറിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഈ സിദ്ദിഖിനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു, ഏതറ്റം വരെ പോകും എന്നുള്ള വളരെ കൃത്യമായ കാര്യം രേവതി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ പോകും? വളരെ ചുരുക്കി. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വിക്ടിമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അവരൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ മതി FIR ഇടാൻ. അതിനകത്ത് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ താമസമില്ലാതെ സിദ്ദിഖിനെതിരെ FIR വരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ദ ഇഷ്യൂ ഇസ് ലൗഡ് ആൻഡ് ക്ലിയർ ആൻഡ് ദ പൊസിഷൻ ഈസ് ഓൾസോ ലൗഡ് ആൻഡ് ക്ലിയർ. അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു സംശയം വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നാളെ FIR കാണും എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. അതിനകത്ത് നമുക്ക് നോക്കാം അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഉറപ്പായിട്ടും FIR ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ സിനിമാ മേഖലയ്ക്കകത്ത് നിൽക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈരളിയുടെ ലെസ്ലിയാണ് ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയത്. കൈരളിയുടെ മാധ്യമപ്രവർത്തനം, കൈരളിയുടെ പൊസിഷൻ അതിനകത്ത് കൺസിസ്റ്റൻറ്റ് പൊസിഷനുമാണ്. കാര്യം റിഫോംഡ് ആകേണ്ടതായിട്ടുണ്ട്. ഈ സിനിമാ മേഖലയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരണമെന്ന് പറഞ്ഞ് വ്യക്തമായി RTI കൊടുക്കുന്ന ആൾ അദ്ദേഹമാണ്. അപ്പം നമുക്കത് റിഫോം ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ യെല്ലോ ജേർണലിസത്തിൻ്റെ ട്രേസസിനോട് താല്പര്യവുമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തമായ പൊസിഷൻ എടുത്ത ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് കൈരളി. അതിനകത്ത് ലെസ്ലിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു സ്ലേവറി അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഈ മേഖല എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മേഖല, ഇപ്പോൾ കൈരളി എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം എടുക്കുക. അതൊരു കമ്പനിയാണ്, അതിനൊരു തലവനുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനൊക്കെ ഒരു സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. പക്ഷേ ഈ സിനിമാ മേഖലയ്ക്കകത്ത് അതില്ല. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ ആരാണ് അഭിനയിക്കുന്നത്? ഏറ്റവും വലിയ നടൻ. ആ സിനിമ നിർമ്മിക്കുന്നത് ആരാണ്? ഏറ്റവും വലിയ നടൻ. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ഏറ്റവും വലിയ നടൻ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സെൻസ് മനസ്സിലായെന്നാണ് ജനങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഈ എൻറ്റയർ സപ്ലൈ ചെയിൻ എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് വരെ പുറത്ത് നിൽക്കുന്നവന് ഒരു സ്ഥാനവും ഇല്ലാതെ ഇതിൻ്റെ ഒരു ഒളിഗോപ്പൊളിയാണ് നടക്കുന്നത്. ആ ഒളിഗോപ്പൊളി ഉള്ളിടത്ത് യഥാർത്ഥത്തിൽ ഇപ്പം ഈ വിക്ടിമിനെ പോലെ ഒരാളെ പുറത്താക്കാൻ ഇപ്പം ഗായത്രി വർഷ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഗായത്രി വർഷ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു. I am 100% sure
that she will definitely lose chances in the coming days. കാര്യം അവർക്ക് ചാൻസസ് ലൂസ് ചെയ്യും. കാര്യം ഈ പറയുന്ന ഒളിഗോപ്പൊളിയിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനാണ് ഇതിനകത്തുള്ളത്. വേറെ റാക്ക് അതിനകത്ത് സ്ഥാനമില്ല. അവർ വളരെ ധീരയായി കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അവരാരും സർക്കാരിനെ അത്രത്തോളം അധിക്ഷേപിച്ചൊന്നും സംസാരിച്ചില്ല. പിന്നെ അതൊരു ചെറിയ കാര്യമല്ല. മേഖലയെക്കുറിച്ച് 1-2 കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കാം. നോക്കൂ, കഴിഞ്ഞ ദിവസം ഒരു നടൻ ഒരു വാർത്താ സമ്മേളനം നടത്തുകയാണ്. ആ നടൻ എന്താ പറയുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയത്തില്ല. അയാൾക്ക് ഈ സമൂഹത്തോട് എന്ത് ബാധ്യതയുണ്ടെന്നാണ്, എന്ത് മര്യാദയാണ് ഈ സമൂഹത്തോട് കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ പറയുന്ന വൃത്തികെട്ട സംസാരിക്കുന്നവൻ്റെ അടുക്കലോട്ട് മൈക്ക് നീട്ടിക്കൊണ്ട് കൊടുക്കാൻ ഒരു മാധ്യമപ്രവർത്തകനും മടിയും ഉണ്ടായില്ല. മാധ്യമപ്രവർത്തകനും ഫോർത്ത് എസ്റ്റേറ്റ് ഈ പറയുന്ന ജനാധിപത്യത്തെ ഉദ്ധരിക്കുന്ന ആൾക്കാരാണ്. ഇത്ര ജനാധിപത്യ വിരുദ്ധത പറയുന്ന യെല്ലോ ജേർണലിസത്തിന് വേണ്ട എല്ലാ ഫീഡിങ്സും കൊടുക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലോട്ട് മൈക്കും പിടിച്ചുകൊണ്ട് വീണ്ടും പോവുക. അയാൾ പറയുന്നത് ഇത്രയും സംസ്കാരശൂന്യമായ ഒരു കാര്യങ്ങൾ പറയുന്ന ഒരാളില്ല. അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാകും അദ്ദേഹം നോർമൽ അല്ല എന്ന്. അദ്ദേഹം നോർമൽ അല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഞാനിത് പറയണമെന്ന് വെച്ചാൽ ആർക്കും പറയാൻ ഒരു ബുദ്ധിമുട്ട്. ഇവരൊക്കെ ആരും ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നവരായതുകൊണ്ട് മടി. ഞാൻ ഈ ചാനലുകൾ മൊത്തം ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾക്കും അയാൾക്കെതിരെ പറയാൻ വയ്യ. ഇന്നും പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഞാൻ ആരുടെ കൂടെ നിൽക്കും, ഇവൻ്റെ കൂടെ നിൽക്കും, അവരുടെ കൂടെ നിൽക്കും. അല്ല, ഇവരൊക്കെ ആരാന്നാ വിചാരിച്ചിരിക്കുന്നേ? എന്ത് വൃത്തികേടുകളും ഈ സമൂഹത്തിൽ നിന്ന് വിളിച്ചു പറയാവുന്നോ? ഇതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകേണ്ട കാര്യമുണ്ട്. ഒരു സിനിമാ നടനായെന്ന് പറഞ്ഞ് 4 സിനിമയിൽ അഭിനയിച്ചെന്ന് കരുതി ഇവിടെ കാണുന്ന തോന്നിവാസമൊന്നും ഇവിടെ കാണിക്കാൻ ഈ സമൂഹത്തിൽ പറ്റത്തില്ല. ആ തോന്നിവാസം ഇവിടെ നടക്കില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരിക്കൽ കൂടി രേവതിയിലേക്ക് പോവുകയാണ്. രേവതി, ഒരു കാര്യം കൂടെ സമയം അതിക്രമിക്കുന്നു. രേവതിയിലേക്ക് പോകണം. ഒറ്റ കാര്യം കൂടെ പറയണം. അല്ലല്ല, ഞാൻ 1 മിനിറ്റിനാണ് ഞാൻ നിർത്താം. അതുകൂടെ പറയണം. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞെന്താ, മുകേഷിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരൊക്കെ സിനിമാ നടന്മാരാണ്. പാർട്ടി അവർക്കൊരു സീറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ധർമ്മജനെ സംബന്ധിച്ചിടത്തോളം ധർമ്മജൻ പോലും കോൺഗ്രസ്സുകാരനായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്ത ഒരാളായിട്ടാണ് കണക്കാക്കുന്നത്. ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് മുകേഷിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ കണക്കാക്കുന്നത്. മുകേഷ് ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ടൊന്നും സീറ്റ് കൊടുത്താൽ ഞാൻ കണക്കാക്കുന്നില്ല. കാര്യം അദ്ദേഹം ആ മേഖലയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ആ മേഖലയ്ക്ക് റെപ്രസെന്റേഷൻ കൊടുക്കത്തക്ക രീതിയിൽ. അത് പോട്ടെ, നിങ്ങളുടെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടായിരുന്നല്ലോ. എൽദോസ് കുന്നപ്പള്ളി രാജിവെച്ചിട്ടാണോ ഈ പറയുന്ന അന്വേഷണത്തിനെയൊക്കെ നേരിട്ടത്? MLA സ്ഥാനം രാജിവെച്ചിട്ടാണോ നേരിട്ടത്? അല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള ലോക്കസ് ഒന്നുമില്ല. ഈ പറയുന്ന അന്വേഷണത്തെ നേരിട്ട ഉമ്മൻചാണ്ടി ഈ പറയുന്ന ഇത് രാജിവെച്ചിട്ടാണോ നേരിട്ടത്? അല്ല. അദ്ദേഹത്തിനെതിരെ പിന്നെ അദ്ദേഹത്തിനെ അക്യൂറ്റ് ചെയ്തു. അലിഗേഷൻ വന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ പുറത്തു പോയോ? ഇല്ല, പുറത്തു പോയിട്ടില്ല. ശരി ലാൽ, ഇതിന്റെ കോറായ ഒരു ഇഷ്യൂയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സ്കോർ ബോർഡ് നോക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞത് മന്ത്രിസഭയിലുള്ള മന്ത്രിക്കെതിരെ ആരോപണം വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. സ്കോർ അളക്കലാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിൽ ഒരു പൊളിറ്റിക്സിലേക്ക് അത് പോകണ്ട. ഞാൻ പറയാം കാര്യം. നിങ്ങൾക്കെതിരെ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് സ്കോർ ബോർഡ് ഉണ്ട്. നമുക്കെതിരെ പറയുമ്പോൾ നമുക്ക് സ്കോർ ബോർഡ് ഇല്ല എന്ന് പറയുന്നത് ഇപ്പൊ മടക്കി പോക്കറ്റ് വെച്ചാൽ മതി. നിങ്ങളിത് രാഷ്ട്രീയമാക്കുകയാണെങ്കിൽ ഞാനിത് എത്ര മണിക്കൂർ വേണേ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാ. ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടാണോ അന്വേഷണ നേരിട്ടെന്ന് നിങ്ങൾ പറ. അല്ലല്ലോ. അപ്പൊ പിന്നെ കൂടുതൽ വർത്താനത്തിനൊന്നും വലിയ സ്കോപ്പില്ല. നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇത് ഹീറോവാണം പറയാനുള്ള അവസരം കിട്ടും, നമുക്ക് പറയാനുള്ള അവസരം കിട്ടത്തില്ല. ഇവിടെ എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ കാര്യം. രേവതിയിലേക്ക് പോകട്ടെ. രേവതി ഇത്തരത്തിൽ ഒരു നിലപാട് തുറന്നു പറഞ്ഞതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്ക് രേവതി നേരിടുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ പോകുകയാണ്. ഞാൻ മുമ്പേ ഈ വിഷയം പറഞ്ഞ സമയത്ത് നേരിട്ട സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് പീക്ക് ലെവലാണ്. ബിക്കോസ് ഇവർ അബ്യൂസേഴ്സ് തന്നെ കരുതി കൂട്ടി ഒരു ടൂളുമായിട്ട് വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇന്നലെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു ചേഞ്ച് ഒരു 1 to 2% ഉണ്ടെന്ന് എനിക്ക് സമ്മതിച്ചേ പറ്റുള്ളൂ. ആളുകൾ there were some persons who came forward and say sorry that അന്ന് അങ്ങനെ പറഞ്ഞു പോയതിൽ സോറി ഇന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ ചില കോമൻസുകളുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഒരു ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വലിയ ചേഞ്ച് അങ്ങനെയൊന്നും അല്ല, പക്ഷെ അത് കുഞ്ഞു ചേഞ്ച് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക്
അതിൽ അത്രത്തോളം ലെയർഡാണ്, റൂട്ടഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇറ്റ്സ് നോട്ട് ഈസി അങ്ങനത്തെ ഒരു ചേഞ്ച് ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അത്രത്തോളം അന്നത്തെ അത്രയും ഡീപ്പർ അറ്റാക്ക് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടെങ്കിലും എന്നെ അത് ബാധിക്കൂല എന്നുള്ളതാണ്. മേ ബി അന്ന് ഒരു ലെവൽ വരെ എന്നെ ബാധിച്ചിരുന്നു. സൈബർ അറ്റാക്ക് അല്ല, എല്ലാ തരത്തിലുള്ള കോമൻസും എന്നെ ബാധിച്ചിരുന്നു, എല്ലാം സൈക്കോളജിക്കലി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അറ്റാക്ക് ഏത് ലെവലിൽ എക്സ്ട്രീം അറ്റാക്ക് സംഭവിച്ചു, ഒബ്വിയസ്ലി അറ്റാക്ക് വരും. ഞാനത് സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. മിണ്ടാതിരിക്കുമോ ഈ ഓപ്പോസിറ്റുള്ള ഇവരൊക്കെ? അവരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് രേവതിക്ക് എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഈ നിമിഷം നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് CS സുജാത അങ്ങേക്ക് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും രേവതിക്ക് ഗവൺമെന്റിൽ 100% വിശ്വാസം അർപ്പിക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചു. ഞങ്ങളെപ്പോലെയുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ മേഖലയിലെ വിഷയങ്ങളൊക്കെ ഗായത്രി അടക്കം വിശദമായി ഇവിടെ സൂചിപ്പിച്ചു. അതായത് ഞാനൊരു സംഘടനയുടെ പ്രതിനിധിയാണ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഈ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാരുടെ വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്നവരാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ രേവതിക്കുണ്ട്. രേവതിയുടെ വിഷമവും പ്രയാസവും എല്ലാം ഇവിടെ സൂചിപ്പിച്ചു. വളരെ സ്ട്രോങ് ആയി പരാതിയുമായി മുന്നോട്ട് പോകുന്ന രേവതി ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിന്മേൽ ഏറ്റവും കൃത്യമായിട്ടുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്തുണയാണ് ഈ സമൂഹം നൽകുന്നത്. പക്ഷേ ഇതിൻ്റെയൊന്നും അലയൊലികൾ അടങ്ങുന്നില്ല. വരും ദിവസങ്ങളിലും ഈ ഹേമ കമ്മിറ്റി നൽകിയ ഒരു ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വെളിപ്പെടുത്തലുകൾ ഇനിയും വരും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു തരത്തിലും ഈ മേഖലയിലെ ഈ ചൂഷണത്തിൻ്റെ കഥകൾ അവസാനിക്കുന്നില്ല. ഈ ചൂഷകരെയെല്ലാം അഴിക്കുള്ളിലാക്കുന്ന ഒരു നാളേക്കാണ് രേവതി അടക്കമുള്ള, ഗായത്രി വർഷി അടക്കമുള്ള എല്ലാവരും കാത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു ശുദ്ധീകരണം നടന്ന ഒരു സിനിമാ മേഖലയെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.